സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കോളേജ് ട്രിപ്പും കാണൊക്കെ ഉണ്ട്. അത് നമ്മുടെ റൈവൽസിൻ്റെ പാക്കേജിങ് കാണൊക്കെയാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മളാണെങ്കിൽ നേരെ കാറിനടുത്ത് വന്നിരിക്കുകയാണ് ഗൈസ്. ഈ ഒരു വണ്ടിയുടെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഗൈസ്, തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നമ്മളാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മോഡിഫൈഡ് ചെയ്ത വണ്ടികളൊക്കെയാണ്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വണ്ടിക്കകത്ത് കയറി നമുക്ക് നേരെ നമ്മുടെ ആ ഒരു സോണിക്കും കാളൊക്കെ കിടക്കുന്ന സ്ഥലത്തോട്ട് പോവാം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ ഞാനാണെങ്കിൽ വണ്ടിയും കാളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് വണ്ടിയും കാളൊക്കെ വെളിയിലോട്ട് ഇറക്കി നമുക്ക് നേരെ നമ്മുടെ ആ ഒരു ഷെഡിലും കാളൊക്കെ പോകണം. ഷെഡിലാണ് ഗൈസ് വണ്ടിയും കാളൊക്കെ കിടക്കുന്നത്. സോ വണ്ടീനെ ആദ്യമേ നമുക്ക് കുറച്ച് റിബണും കെട്ടാനുണ്ട്, അതുപോലെ വണ്ടിയുടെ ആ ഒരു പാക്കേജറിൻ്റെ ആ ഒരു പേരും കാളൊക്കെ അടിക്കാനുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് പരിപാടിയും കാളൊക്കെ ഉണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം. എന്തായാലും വീഡിയോ കാളൊക്കെ നല്ല രീതിക്ക് ലെങ്ത് ആക്കുന്നില്ല, പറഞ്ഞ് വൈപ്പിക്കുന്നില്ല. നമുക്ക് നേരെ ആ ഒരു ഷെഡ് എത്തിയിട്ട് ബാക്കി വീഡിയോസും കാളൊക്കെ എടുക്കാം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ ആ ഒരു ഷെഡും കാളൊക്കെ എത്തിയിരിക്കുകയാണ്. നമ്മളെ വണ്ടിയും കാളൊക്കെ അതിൻ്റെ അകത്തോട്ട് കിടക്കട്ടോ. ആ റോഡിൽ കൂടെയൊക്കെ തുരുതുര വണ്ടിയും കാളൊക്കെ ആട്ടോ പോകുന്നത്. നമ്മളാണെങ്കിൽ ഈ സൈഡിൽ കൂടെ നമ്മൾ നേരെ നടന്ന് നേരെ നമ്മളെ ബസ്സിൻ്റെ അടുത്തോട്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് നമ്മുടെ ബസ്സും കാളൊക്കെ. സോ നിങ്ങൾക്ക് കാണാനായിട്ടൊരു ഇതാ കിടക്കുന്ന കേസ് നമ്മുടെ വണ്ടിയും കാളൊക്കെ ഇപ്പോൾ ഫുള്ള് കഴുകി കുട്ടപ്പനൊക്കെ ഇട്ടേക്കാണ്. അപ്പോൾ ഇനി ഇതിന് കുറച്ച് പരിപാടിയും കാളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇനി റിബൺ കെട്ടണം, അതുപോലെ ആ ഒരു പാക്കേജിൻ്റെ ആ ഒരു പേരും കാളൊക്കെ ഒട്ടിക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടിയും കാളൊക്കെ ഉണ്ട്. സോ എന്തായാലും നമുക്ക് നേരെ വണ്ടി നമുക്ക് വെളിയിലോട്ട് ഇറക്കാം ഗൈസ്. അങ്ങനെ ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടിയും കാളൊക്കെ നേരെ ബാക്കിലോട്ട് കൊണ്ടുപോകട്ടെ. ഈ ഒരു ഷെഡിൻ്റെ ബാക്കിലോട്ട് കൊണ്ടുപോകണം. അവിടെയാണ് നമ്മൾ റിബണും കാളൊക്കെ കെട്ടുന്നത്. സോ അവിടെ നിന്നൊരു വണ്ടിയും കാളൊക്കെ വരുന്നുണ്ട്, ഇടിക്കാതിരുന്നൊക്കെ ഇടിച്ചില്ല. ഓക്കെ, നമുക്ക് നേരെ വണ്ടിയും കാളൊക്കെ നേരെ എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് പോകുക. വണ്ടിക്കകത്ത് ഫുൾ ടാങ്ക് പെട്രോളും കാളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ട്രിപ്പും കാളൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അങ്ങ് ഫുൾ ടാങ്ക് എണ്ണ അടിച്ച് വണ്ടി ഇവിടെ കൊണ്ടുവന്ന് കിട്ടും കേട്ടോ. കേസ്, അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം, വണ്ടിക്കകത്ത് റിബണും കാളൊക്കെ കെട്ടിയിട്ട് വരാം കേസ്. റിബൺ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് വരാം ഗൈസ്. സോ ഗൈസ്, ഇപ്പോൾ വണ്ടിയുടെ ഏകദേശം വണ്ടിയിൽ ഫുൾ പണിയും കാളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, നമ്മൾ റിബണും കാളൊക്കെ കെട്ടിയിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ നമ്മുടെ ഒരു റൈവൽസിൻ്റെ അത് നിങ്ങൾക്ക് പേരും കാളൊക്കെ ഇടിച്ചിട്ടുണ്ട്. സോ ഇതാണ് ഗൈസ് നമ്മുടെ ലുക്കും കാളൊക്കെ. നിങ്ങൾ സൈഡിൽ കാണാനായിട്ട് പറ്റും റൈവൽസ് പാക്കേജ് എന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചിട്ടുണ്ട്. സോ നമുക്ക് നേരെ ഇനിയിപ്പോൾ വണ്ടി എടുത്തോണ്ട് നമുക്ക് നേരെ ആ ഒരു ട്രിപ്പും കാളൊക്കെ എടുക്കുന്ന സ്ഥലത്തോട്ട് പോകണം. സോ നമ്മൾ അത്യാവശ്യം സമയം കാളൊക്കെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇറങ്ങിയാൽ മാത്രമേ പെട്ടെന്ന് കാളൊക്കെ അവിടെ എത്തത്തുള്ളൂ. നമുക്ക് നേരെ വണ്ടി എടുത്തോണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ ഞാനാണെങ്കിൽ വണ്ടി കാളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇനി കത്തിച്ചും കാളൊക്കെ വേണം. അപ്പോൾ അവിടെ നമ്മൾ താമസിച്ചു കേട്ടോ. ബാക്കിയെല്ലാ വണ്ടികളൊക്കെ അവിടെ എത്തിയെന്നാണ് തോന്നുന്നത്. നമുക്ക് കാര്യം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് നേരെ ആ ഒരു ലൊക്കേഷനോട്ട് നമുക്ക് പോവാം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നേരം ഓടിച്ച് അവസാനം നമ്മൾ ആ ട്രോപ്പിയും കാളൊക്കെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ ആട്ടോ വണ്ടികളൊക്കെ ഒതുക്കുന്നത്. നമ്മൾ ഡാനി കുറേ നേരം കൊണ്ട് വിളിക്കുകയാണ്, ബ്രോ എവിടെയാണ് നമ്മൾ ഇച്ചിരി താമസിക്കുന്ന ആളൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, അവിടെ നമ്മളെ ബസ്സും കാളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. സോ അവിടെ നിന്ന് ഒരു കുറേശ്ശി എന്ന് പറഞ്ഞൊരു ബസ്സും കാളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വരത്തില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒരു ട്രിപ്പ് നോക്കാനായിട്ട് വന്ന കേട്ടോ. അപ്പോൾ അത് ഇല്ല, നമ്മൾ ഫുൾ വണ്ടി സെറ്റ് ആയിട്ടുണ്ട്. സോ നമ്മൾ നേരെ വണ്ടിയും കാളൊക്കെ നേരെ ബാക്കും കാളൊക്കെ എടുത്തിട്ടേക്കാം നമുക്ക്. സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ നൈസിനും ബാക്കും കാളൊക്കെ എടുത്ത് നമുക്ക് ഇട്ട് പാർക്കൊക്കെ ചെയ്ത് വോക്കിലൊക്കെ ഇട്ടിട്ട് വരാം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ ഇത്രയും വണ്ടികളും കാളൊക്കെ കിടക്കുന്നത് 2 ലെവിയത്താനും അതുപോലെ 2 റൈവൽസ്. ഇപ്പോൾ ഈ 4 വണ്ടിയും കൊണ്ടാണ് നമ്മൾ ട്രിപ്പും കാളൊക്കെ പോകുന്നത്. സോ ആൾക്കാരൊന്നും എത്തിയിട്ടില്ല. നമുക്ക് എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ആൾക്കാരൊക്കെ വന്ന് കയറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് ആൾക്കാരെല്ലാം ഫുള്ള് കയറ്റിയിട്ട് നമ്മൾ ഓരോരോ ബസ്സുകളായിട്ട് പോകുന്നുണ്ട്. നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് പോകുന്നത്. സോ ഏറ്റവും ഫ്രണ്ടിൽ പോകുന്നത് റൈവൽസിൻ്റെ 2 വണ്ടി, പിന്നെ നമ്മുടെ ഡാനി, പിന്നെ നമ്മുടെ സോണിക്ക. ഓക്കെ, ഈ 4 ബസ്സും കാളൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ കത്തിച്ചിട്ട് നേരെ ആ ഒരു ഡെസേർട്ട് കഴിഞ്ഞാണെന്ന് തോന്നുന്നു, ഡെസേർട്ടിലാണെന്ന് തോന്നുന്നു നമുക്ക് ഇന്ന് സ്റ്റേ അടിക്കേണ്ടത്. എനിക്കറിയത്തില്ല, ഡെസേർട്ടോ അല്ലെങ്കിൽ മൗണ്ടെയിനോ ഏതോ ഒരു സ്ഥലത്താണ്. സോ കറക്റ്റും കാളൊക്കെ അറിയാം, ഇവരെ ഫോളോ ചെയ്ത് പോകാനായിട്ടാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. നമുക്കെന്തായാലും ഇതുവഴി നേരെ ഇനി സിറ്റി 1 പോകണം. സിറ്റി 1 നിന്ന് നേരെ ഡെസേർട്ടോ അല്ലെങ്കിൽ മൗണ്ടെയിൻ ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ. എന്തായാലും വണ്ടിയും കാളൊക്കെ നേരെ എടുത്തുകൊണ്ട് നമുക്ക് നേരെ പോയേക്കാം. ഓക്കെ, ഇവിടെ ജസ്റ്റ് പാർക്കും കാളൊക്കെ ചെയ്തിട്ട് ഇവിടെ എന്തിനോ വേണ്ടി ഇവിടെ നിർത്തണമെന്ന് തോന്നുന്നു കേട്ടോ. സോ നമ്മൾ വണ്ടിയും കാളൊക്കെ ജസ്റ്റ് ഇവിടെ പാർക്കൊക്കെ ചെയ്ത് ഇവർ പോകാൻ നേരത്ത് നമുക്ക് വരാം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ കുറേ നേരം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നൊക്കെ എടുത്തിട്ടാണ് നമുക്ക് നേരെ ഇവിടെ നിന്ന് ഈ ഒരു ഹൈവേ കൂടെ നമുക്ക് വച്ച് വിടാം. നമുക്ക് അവരൊക്കെ അങ്ങ് എത്തി കേട്ടോ. നമ്മളെ വീഡിയോ കാളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ വണ്ടി സൈഡ് എടുത്തിട്ട് നമ്മൾ വീഡിയോ കാളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവരെ നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ അവരെ പിടിച്ചിട്ടുണ്ട്. സ്വന്തം നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇനി കത്തിച്ച് വിടാം. അപ്പോൾ അവരെ ഒരിക്കലും
ഒരിക്കലും മുന്നേ പോകാൻ നമ്മൾ സമ്മതിക്കരുത്. നമുക്ക് എങ്ങനെയും ഫസ്റ്റ് അടിക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളാണെങ്കിൽ നേരെ അവരുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. സോ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത് ഒരു റൈവൽസാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത് റൈവൽസാണ്. ഇപ്പോൾ നമ്മുടെ ഡാനി ഏറ്റവും ബാക്കിലായിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് നേരെ ഇവിടെ നേരെ കത്തിച്ച് വിടണമെന്ന് തോന്നുന്നു ഗൈസ്. അതുപോലെ ഈ ഒരു ക്ലിപ്പും കാണൊക്കെ എനിക്ക് കുറച്ച് കിട്ടിയിട്ടുള്ളൂ. സോ ഉള്ളത് കൊണ്ടാണ് ഗൈസ് ഞാൻ ഇപ്പോൾ വീഡിയോ കാണൊക്കെ എടുത്തേക്കുന്നത്. സോ എന്തായാലും ചെറിയൊരു വീഡിയോ കാണാക്കി ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോസും കാണാക്കി എടുക്കാം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ മൗണ്ടൈൻ കാണാക്കി എത്തിയിട്ടുണ്ട്. സോ ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേയിങ് കാണാക്കി. സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാത്ത ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഒരു ചെറിയ വീഡിയോ കാണൊക്കെയാണ്, നമുക്ക് അധികം ക്ലിപ്പും കാണാൻ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വേറെ വീഡിയോസ് കാണിക്കാത്തത്. സോ എന്തായാലും ഇവരെല്ലാവരും ഇവിടെ പാർക്കും കാണൊക്കെ ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും നമ്മളും കാണൊക്കെ നേരെ അങ്ങ് വിട്ടടിച്ച് വിടും. നമ്മൾ കണ്ടില്ല ഇവരിവിടെ പാർക്ക് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഇനി അടുത്ത ട്രിപ്പുമായിട്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ഗൈസ്.